മലപ്പുറം എടപ്പാളിൽ വൻ MDMA വേട്ട 106 ഗ്രാം MDMAയുമായി പാലക്കാട് പട്ടാമ്പി സ്വദേശി കുമ്പളത്ത് വീട്ടിൽ കെ ഷാഫി എക്സൈസ് പിടികൂടി. എടപ്പാളിലെ ലോഡ്ജിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. സമീർ ബിൻ കരീം തിരൂരിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നു. സമീർ, വലിയ ക്വാണ്ടിറ്റിയാണ് വിൽപ്പനയ്ക്ക് എത്തിച്ചതാണെന്ന കാര്യത്തിൽ സംശയമില്ല. രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണോ ഇയാൾ പിടിയിലായത്? MDMAയുടെ ഉറവിടത്തെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ഈ ഘട്ടത്തിൽ അറിയാമോ? സുഹൈലി, എടപ്പാളിൽ എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് വലിയ MDMA വേട്ട ഉണ്ടായിരിക്കുന്നത്. 106 ഗ്രാം MDMAയുമായി പാലക്കാട് പട്ടാമ്പി സ്വദേശി അബ്ദുൽ ഖാദറിന്റെ മകൻ ഷാഫി എന്ന് പറയുന്ന 35-കാരനാണ് അറസ്റ്റിലായിരിക്കുന്നത്. മലപ്പുറം എക്സൈസ് എൻഫോഴ്സ്മെന്റും ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡും ഒരുമിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത് എന്നുള്ളതാണ് എക്സൈസ് വ്യക്തമാക്കുന്നത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ലോഡ്ജിൽ എക്സൈസിന്റെ അപ്രതീക്ഷിത പരിശോധന നടന്നത്. ഒപ്പം തന്നെ ബംഗളൂരുവിൽ നിന്നാണ് ഇയാൾ MDMA എത്തിച്ചത് എന്നുള്ളതാണ് പ്രധാനമായും എക്സൈസ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ പ്രദേശത്തെ ചെറുകിട കച്ചവടക്കാരനാണ് ഇയാൾ എന്നുള്ളതാണ് നിലവിൽ എക്സൈസിന് ലഭ്യമായിരിക്കുന്ന വിവരം. ഇയാളെ എക്സൈസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ശരി, വൻ MDMA വേട്ടയാണ്. 106 ഗ്രാം MDMAയുമായാണ് പാലക്കാട് സ്വദേശി ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലായിരുന്നു ഇയാൾ അറസ്റ്റിലായിരിക്കുന്നത്. സമീർ, ഈ ലോഡ്ജ് കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്തി വരുന്ന ആളാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഇടപാടുകാരടക്കം ഈ ലോഡ്ജിലെത്തി സാധനം വാങ്ങുന്നു എന്നുള്ളതാണോ നമുക്ക് ലഭിക്കുന്ന വിവരം? മലപ്പുറം എടപ്പാളിൽ വൻ MDMA വേട്ട 106 ഗ്രാം MDMAയുമായി പാലക്കാട് പട്ടാമ്പി സ്വദേശി കുമ്പളത്ത് വളപ്പിൽ വീട്ടിൽ കെ ഷാഫിയാണ് എക്സൈസ് പിടികൂടിയിരിക്കുന്നത്. എടപ്പാളിലെ ലോഡിൽ നടത്തിയ പരിശോധനയാണ് പ്രതി പിടിയിലായത്. വലിയ ക്വാണ്ടിറ്റിയാണ്, കച്ചവട ആവശ്യത്തിനായി കൊണ്ടുവന്ന ലഹരിയാണ്. എവിടെ നിന്ന് ഇയാൾക്ക് ഇത്രയും ക്വാണ്ടിറ്റിയിൽ MDMA കിട്ടി, ഇത് ആർക്കൊക്കെ എടുക്കാൻ വേണ്ടി കൊണ്ടുവന്നു നടക്കം വിശദമായ അന്വേഷണം നടക്കുകയാണ്. സമീർ ബിൻ കരീം ചെയ്തു. സമീർ, ഈ ലോഡ്ജിൽ എത്തിച്ചുകൊണ്ട് റീറ്റെയിലായി വിൽക്കാൻ ചെറുപൊതികളിലാക്കിയാണോ വിൽപ്പന രീതി? സുഹൈലി, ലോഡ്ജിൽ എത്തിച്ച ശേഷം വിതരണക്കാർ അല്ലെങ്കിൽ ആവശ്യക്കാർ ഇങ്ങോട്ടേക്ക് എത്തി ഈ സാധനങ്ങൾ വാങ്ങുന്ന രീതിയാണ് ഇയാൾ സ്വീകരിച്ചിരുന്നത് എന്നുള്ളതാണ് എക്സൈസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ബംഗളൂരുവിൽ നിന്ന് വലിയ അളവിലുള്ള MDMA ഇയാൾ എടപ്പാളിലെ ലോഡ്ജിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് നിലവിൽ എക്സൈസ് കണ്ടെത്തിയിരിക്കുന്നത്. പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകളിലെ വിതരണക്കാരനാണ് ഇയാൾ എന്നുള്ളതാണ് നിലവിൽ എക്സൈസ് കണ്ടെത്തിയിരിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഇയാളെ വിശദമായി എക്സൈസ് ചോദ്യം ചെയ്തു വരികയാണ്. നേരത്തെ സമാനമായ കേസിൽ ഇയാൾ പെട്ടിട്ടുണ്ടെന്നടക്കം എക്സൈസ് പരിശോധിക്കുന്നുണ്ട്. ശരി, സമീറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.